തൃശൂർ അതിരപ്പള്ളിയിൽ മുറിവേറ്റ കൊമ്പനെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യം ആരംഭിച്ചിട്ടുണ്ട്. അത് അവിടെ പുരോഗമിക്കുകയാണ്. ഡോക്ടർ അരുൺ സക്രിയും സംഘവും ആന നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആനയെ സ്പോട്ട് ചെയ്തിട്ടുമുണ്ടെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ ലെവിൻ കെ വിജയൻ നൽകിയത്. കൂടുതൽ വിശദാംശങ്ങൾ ലെവിൻ നൽകും. ലെവിൻ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ്? ചാലക്കുടി കാലടി പ്ലാന്റേഷനുള്ളിൽ ആണ് ആന ഉള്ളത്. നമ്മൾ ആദ്യം നിന്ന ഈ പുഴയോരത്ത് മറ്റു കൊമ്പന്മാർക്കൊപ്പം എത്തിയായിരുന്നു ആന പുഴയിലിറങ്ങുകയും കുളിക്കുകയും ചെയ്തത്. അതിനുശേഷം ഒരല്പസമയം മുൻപ് ആന പുഴ കടന്ന് മറുവശത്ത് ഏഴാറ്റുമുഖം ഭാഗത്തേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥരും ഡോക്ടർ അരുൺ സക്രിയും അടങ്ങുന്ന സംഘം ഈ ആനയെ സ്പോട്ട് ചെയ്യുന്നതിനും മറ്റുമായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആനയെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആന കണ്ണിലുണ്ടായിരുന്നുവെങ്കിലും അത് വനത്തിലേക്ക് കയറിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് തന്നെയാണ് ആനയുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ചാലക്കുടി പുഴയുടെ എതിർവശത്ത് വലതുവശത്ത് എനിക്ക് പിന്നിൽ ആനയുണ്ട്. എനിക്ക് ആനയെ വ്യക്തമായി കാണാനാകും. അവിടെ ഒരു പൊന്തക്കാടുകൾക്കിടയിൽ ആ പ്രദേശത്തായിട്ടാണ് ആന നിലയുറപ്പിച്ചിട്ടുള്ളത്. അവിടെ നിന്നും ആന അവിടെ തന്നെ കുറച്ച് സമയം തുടരാനാണ് സാധ്യതയുള്ളത്. പക്ഷേ അവിടേക്ക് ദൗത്യസംഘത്തിന് എത്തുക എളുപ്പമല്ല. ദൗത്യസംഘം ആനയെ സ്പോട്ട് ചെയ്ത സ്ഥലത്തേക്ക് എത്താനുള്ള ഒരു തയ്യാറെടുപ്പുമായിട്ടാണ് കാലടി പ്ലാന്റേഷൻ്റെ മറുവശത്താണ് നമ്മളുള്ളത്. അവിടെ നിന്നും സംഘം കാൽനടയായിട്ട് വേണം ഈ ആന നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ. ആന ഇവിടെ തന്നെ നിൽക്കുമോ എന്നുള്ള കാര്യത്തിലും നമുക്കൊരു കൃത്യമായ ഉറപ്പ് പറയാൻ കഴിയില്ല. മുൻപ് കഴിഞ്ഞ തവണ ഒക്കെ ആനയെ അന്വേഷിച്ചപ്പോൾ അല്ലെങ്കിൽ ദൗത്യത്തിൻ്റെ ഭാഗമായുള്ള തെരച്ചിലിൻ്റെ ഭാഗമായി നോക്കിയപ്പോൾ ആന രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് നിലയുറപ്പിച്ചിരുന്നത്. അവിടെ കുറേ അധിക സമയം നിൽക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പുഴയോരത്തുള്ള ആന ഇപ്പോൾ ഈ മറുവശത്ത് ഈ കാടുകൾക്കിടയിൽ നിൽക്കുമ്പോൾ അവിടെ ദൗത്യസംഘത്തിന് എത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. മാത്രമല്ല ഈ പുഴയോരത്ത് വെച്ച് അതിനെ സ്പോട്ട് ചെയ്താൽ തന്നെയും മയക്കുവെടി വെക്കാനും കഴിയില്ല. അത്തരം ചില വെല്ലുവിളികളാണ് ഈ ദൗത്യത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ നേരിടുന്നത്. ഏതായാലും സർവ്വസജ്ജമായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ സംഘം ഇവിടെ തന്നെയുണ്ട്. ഈ കാലടി പ്ലാന്റേഷൻ്റെ വിവിധ സ്ഥലങ്ങളിലായി ഇത്തരത്തിൽ ആനയെ കണ്ടെത്താനും നിരീക്ഷിക്കാനുമുള്ള പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. ആന എവിടെയാണ് അനുയോജ്യമായ സ്ഥലത്ത് നിലയുറപ്പിക്കുന്നതെങ്കിൽ അവിടേക്കായിരിക്കും ദൗത്യസംഘം എത്തുക. ഏതായാലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് ആനയുണ്ട്. ഈ പുഴ എനിക്ക് പിന്നിൽ കാണുന്ന ചാലക്കുടി പുഴ കടന്നുകൊണ്ടാണ് ആന ഇപ്പോൾ ഈ നമ്മുടെ മനുഷ്യ സാന്നിധ്യം കൂടെ തിരിച്ചറിഞ്ഞുകൊണ്ടാവണം ഒരുപക്ഷെ പുഴയിൽ കുളിച്ചുകൊണ്ടിരുന്ന ആന വേഗത്തിൽ തന്നെ ഉൾവനത്തിലേക്ക് അല്ലെങ്കിൽ കാട്ടിനുള്ളിലേക്ക് കടന്നിട്ടുള്ളത്. ആന ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്ന പുഴയുടെ എതിർവശത്ത് കാണുന്ന കാട്ടിൽ പറമ്പിൽ ആനയുണ്ട്. അവിടെ ഒന്ന് രണ്ട് മറ്റാനകൾ കൂടി മറ്റു കൊമ്പന്മാർ കൂടി ഈ പ്രദേശങ്ങളിലായിട്ടുണ്ട്. നമ്മൾ ആദ്യം വരുമ്പോൾ 3 കൊമ്പന്മാരാണ് അല്ലെങ്കിൽ 3 ആനകളാണ് ഈ പുഴയിൽ കുളിച്ചുകൊണ്ടിരുന്നത്. കൊമ്പനെ മയക്കുവെടി വെക്കാനുള്ള ശ്രമം ആണ് അവിടെ തുടരുന്നത്. അവിടെ അരുൺ സക്രിയയുടെ സംഘവും മയക്കുവെടി വെക്കാനുള്ള ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ വിശദാംശങ്ങളാണ് ലെവിൻ കെ വിജയൻ നൽകിയത്.